സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോട്ടെ. എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഒരു കോൾ വന്നത്. യൂട്യൂബ് വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് നിരവധി കോൾസ് വരാറുണ്ട്. ഒരു ദിവസം എന്തായാലും പുതിയ ആൾക്കാർ 2-3 പേര് പുതിയ ആൾക്കാർ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചതിൽ വളരെ സെലക്റ്റീവായ ഏതാനും സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്നെ വിളിച്ച അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ അടൂർ ആ ഭാഗത്ത് എവിടെയോ ആണ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടിട്ട് അദ്ദേഹം ആദ്യം ഫോൺ ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് നേരങ്ങൾ എന്നോട് പറഞ്ഞ് കരയാണ്, ചേട്ടാ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരാളോടും ചെയ്യരുത് എന്ന് പറയണം, പ്രത്യേകം എല്ലാവരോടും അതിനുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നോട് തുടങ്ങിയത്. കുറേ നേരത്തെ കരച്ചിലിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം 10,000 രൂപ ഓട്ടോ ഓടിച്ച് കിട്ടിയ 10,000 എക്സസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു 10,000 രൂപ ഇട്ട് ആരൊക്കെയോ പറഞ്ഞു ഓപ്ഷൻ ട്രേഡിങ്ങിൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാമെന്ന്. ആ 10,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാശ് കിട്ടി. പിന്നെ ആവേശത്തിൽ ട്രേഡ് ചെയ്തപ്പോൾ ആ 10,000 രൂപ പോയി. പിന്നെ അദ്ദേഹം വേറെ സ്ഥലങ്ങളിൽ നിന്ന് 10,000 രൂപ സംഘടിപ്പിച്ച് വീണ്ടും ട്രേഡിങ് തുടങ്ങി. അപ്പോൾ 20,000 പോയി. പിന്നെ അദ്ദേഹം ഭാര്യ അറിയാതെ ഭാര്യയുടെ സ്വർണ്ണം പണയം വെച്ച് 50,000 രൂപ സംഘടിപ്പിച്ച് അതും പോയി. അങ്ങനെ 6 മാസം കൊണ്ട് അദ്ദേഹം വണ്ടിയുടെ പേപ്പേഴ്സും പലതും പണയം വെച്ചിട്ട് 15 ലക്ഷം രൂപ കടക്കാരനായി. സഹകരണ ബാങ്കിൽ ലോൺ അടവ് തെറ്റിയപ്പോൾ വീട്ടിൽ ആൾക്കാർ അന്വേഷിച്ച് വന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതറിഞ്ഞു. മാനസിക വിഷമത്തിലായി, പല പ്രശ്നങ്ങളിലായി. കുടുംബം രണ്ട് വഴിയിലായിപ്പോയി. അങ്ങനെ അദ്ദേഹം മാനസികമായിട്ടൊരു നിലവിട്ട അവസ്ഥയിലേക്ക്, വീടില്ല, സ്വന്തമായിട്ട് വീടോ കിടപ്പാടോ ഇല്ലാത്ത ഒരാൾ ഇത്രയും വലിയൊരു തുക കടക്കാരനായി മാറി. അങ്ങനെ തറവാട്ട് വീട്ടിൽ നിന്നും അവരും പിന്നെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ട് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ തീർത്തു കൊടുത്ത് 1.5 വർഷം കൊണ്ട് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി എന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. കരഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചെയ്യരുതെന്ന് പറയണം എല്ലാവരോടും. ഇതറിയാത്ത ഒരുപാട് അബദ്ധത്തിൽ ഇതിലേക്ക് ചെന്നുപെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ പറയണം ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യരുത്. കഞ്ചാവിനേക്കാളും കള്ളിനേക്കാളും അപകടം പിടിച്ച, അത്രയധികം അടിമപ്പെടുത്തി കളയുന്ന ഒരു സംഭവമാണ് ഓപ്ഷൻ ട്രേഡിംഗ്. അതിലേക്ക് പോകരുതെന്ന് പറയണം എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളാണ് ഓരോ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കോട്ടയത്തുള്ള ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ അപകടത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 70,000 രൂപയിൽ താഴെ മാത്രമേ ശമ്പളമുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു മാസം കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് 55,000-60,000 രൂപയാണ്. കാരണം അദ്ദേഹം ആദ്യം ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് യൂട്യൂബിലും പല സ്ഥലങ്ങളിലും ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം കേട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് കടന്നു വന്നപ്പോൾ 1 ലക്ഷം രൂപ 2020 പകുതിയൊക്കെ ആയപ്പോൾ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ 4 ലക്ഷം രൂപയാക്കാൻ സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ ആയിട്ട് എഗ്രിമെൻറ്റിൽ ഇത്ര രൂപ 1 ലക്ഷം രൂപയ്ക്ക് ഇത്ര രൂപ പലിശ തരാം എന്ന എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഒരുപാട് ലക്ഷങ്ങൾ കാശ് വാങ്ങിച്ചു ട്രേഡ് ചെയ്തു. ഓരോ പ്രാവശ്യം കാശ് പോകുമ്പം പിന്നീട് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിൽ വീണ്ടും പലരിൽ നിന്നായി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീടും 5 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു വീടും മാത്രമുള്ള ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 1 കോടിയിലേറെ രൂപ കടമായി. മാസം 50,000-60,000 രൂപയുടെ ഇടയിൽ അദ്ദേഹത്തിന് പലിശ അടക്കണം എന്നാണ് പറഞ്ഞത്. വളരെ വിഷമത്തോടെ, അതായത് ജീവിതത്തോടുകൂടി പോസിറ്റീവായ ഒരു പ്രതീക്ഷയില്ലാത്ത അദ്ദേഹത്തെ ജീവിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ ഇതെല്ലാം തീരുമെന്നൊരു പ്രതീക്ഷ നൽകി ഫോൺ കട്ട് ചെയ്യുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു ഈ ഒരു സംഭവം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചെയ്തിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഭാര്യ ഗവൺമെൻറ് സർവീസിലൊന്നുമല്ല, സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടാണ്. ഇത്രയും 60,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാൾക്ക് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ പണത്തോടുള്ള ഒരല്പം കൂടിയ ഒരു ആർത്തി കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതം തന്നെയാണ്. ഇവർക്കൊക്കെ ഈ കടങ്ങൾ എങ്ങനെയും തീർത്ത് സ്വസ്ഥമായി ജീവിക്കണം എന്ന ചിന്ത തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ പാലക്കാടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം കൊണ്ടല്ല കൂടുതൽ കാശും പോയിട്ടുള്ള, പലരും പറഞ്ഞ് പറ്റിച്ച് എന്താ പറയുക ക്രിപ്റ്റോയിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പണം നിക്ഷേപിച്ച് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്വന്തം കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വലിയ പലിശക്ക് പണം എടുത്ത് ഇതിലൊക്കെ നിക്ഷേപിക്കുകയും അതിൽ പലതും ഒരു പകുതി പലരും കൊണ്ടുപോയി, പകുതി അദ്ദേഹത്തിൻ്റെ തന്നെ അബദ്ധത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വലിയൊരു കടക്കാരനായിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഡോക്ടർ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന് പക്ഷേ
സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഈ കടങ്ങൾ തീർക്കാൻ പറ്റും. അതും വലിയല്ല, 30 ലക്ഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് കടങ്ങളുണ്ട്. അപ്പം ഈ ഒരു കടങ്ങൾ ഒരു 1.5-2 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ ജോലി ചെയ്യാനും ജോലി സ്ഥാപനത്തിലും പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിരാശനായിട്ട് ജീവിക്കുന്ന ഒരു ഡോക്ടറെയാണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. ഇതേപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന വളരെ തുച്ഛമായ 12,000-13,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉസ്താദ്, കോഴിക്കോടുള്ള ഒരു ഉസ്താദ്, അദ്ദേഹത്തിന് പള്ളിയിൽ നിന്നും പരിചയപ്പെട്ട ഒരു വ്യക്തി ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ, ഇതിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യം 50,000 രൂപ അടുപ്പിച്ച് എന്തോ ഒരു തുക കൊടുത്തപ്പോൾ കുറച്ച് മാസങ്ങൾ 2-3 മാസം നല്ല റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ചെറിയ ശമ്പളമുള്ള ഏതൊരാൾക്കും സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരു വരുമാന സ്രോതസ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇതൊരു സാധ്യതയായി കണ്ട് അദ്ദേഹം ഈ വ്യക്തിയെ വിശ്വസിച്ചിട്ട് സഹകരണ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപയോളം ലോൺ എടുത്ത് നൽകുകയായിരുന്നു. പിന്നീട് ആ വ്യക്തിയിൽ പണം കിട്ടിയതോടെ അദ്ദേഹം കർണാടകത്തിൽ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന് ആ വ്യക്തിയെ തപ്പിപ്പോയി കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഒരു മാസം ഈ ബാങ്ക് ലോൺ അടക്കാനുള്ള തുക എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ ഒരു പോംവഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാണ് മിക്ക ആൾക്കാരും എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇതിനില്ല എന്ന് പറയുമ്പോൾ അവർ മനസ്സിലുണ്ടാകുന്ന ഒരു നിരാശ വലിയ നിരാശയാണ്. കാരണം ഒരു മാസം തൻ്റെ ശമ്പളത്തിൻ്റെ 8 ഇരട്ടിയും 9 ഇരട്ടിയും പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. വേറെ വരുമാനങ്ങളൊന്നുമില്ല, ഒരു കുടുംബം തന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. മാനസികമായിട്ട് അത്രയധികം തകർന്നു പോകും. പക്ഷേ ദൈവവിശ്വാസവും പോസിറ്റീവ് തിങ്കിങ് ഒക്കെയുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെയുള്ള മോശമായ കാര്യങ്ങളിൽ ചെന്നുപെടില്ല. എങ്കിൽ കൂടി നിരാശയോടുകൂടിയുള്ള ജീവിതം ഇവർക്കൊക്കെയും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും നിരവധിയായിട്ട് സമ്മാനിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കണ്ണൂരുള്ള ഒരു സുഹൃത്ത്, കണ്ണൂരുള്ള അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നാട്ടുകാർ മാസാമാസം പിരിവെടുത്താണ് അവരെ ജീവിത ചെലവുകൾക്കുള്ള കാശ് കണ്ടെത്തുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് എന്താ പറയുക, ഓപ്ഷൻ ട്രേഡിങ്ങിൽ താല്പര്യം തോന്നി. ഓപ്ഷൻ ട്രേഡിങ്ങിൽ താല്പര്യം തോന്നിയതോടുകൂടി അദ്ദേഹം കാശെടുത്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്ഥാപനത്തിലെ കുറച്ച് പണം അദ്ദേഹം തിരിമറിയാക്കി. അങ്ങനെ ആ കാശൊക്കെ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയൊരു ബുദ്ധിയാണ് സ്വന്തമായിട്ടൊരു ചിട്ടി കമ്പനി എന്നുള്ളത്. ഏകദേശം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ചിട്ടി കമ്പനി സംഘടിപ്പിച്ച് വലിയ ചിട്ടി 1 കോടിയിലധികം രൂപ അദ്ദേഹം അതിനകത്ത് നിക്ഷേപമായി ഉണ്ടാക്കിയെടുത്തു. ആ പണം എടുത്ത് അദ്ദേഹം ഓപ്ഷൻ ട്രേഡ് ചെയ്തു. സകലതും നഷ്ടപ്പെട്ടു പോയി. സ്വന്തം വീടില്ല, നാട്ടുകാരൊക്കെ സഹായിച്ചിട്ട് ജീവിച്ചു പോകുന്ന അദ്ദേഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്വന്തം ഭാര്യ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന, കുട്ടികളെ പോറ്റുന്ന ഒരവസ്ഥ, മാനസികമായിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ഖത്തറിൽ നിന്നും ഒരു പ്രവാസി, അദ്ദേഹം കുറേ തവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ലൈഫ് ടൈമിൽ സേവ് ചെയ്ത മുഴുവൻ പണവും, ഏകദേശം എനിക്ക് തോന്നുന്നു 30-35 ലക്ഷം രൂപയോളം ഓപ്ഷൻ ട്രേഡിങ്ങിൽ അദ്ദേഹം കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ പല ന്യൂസ് ചാനലുകളും കാണും. അതിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വാങ്ങിക്കും. അതിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ലോസ് വന്ന് സകലതും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചു വന്നു. പക്ഷേ മക്കളൊക്കെ വലുതാകുമ്പോൾ പെൺമക്കളുള്ള അദ്ദേഹത്തിന് പെൺമക്കളെ എങ്ങനെ കെട്ടിച്ചയക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോവുകയാണ്. ഇങ്ങനെ എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോകുന്ന നിരവധി സംഭവങ്ങൾ. ഒരു ലൈഫ് ടൈമിലെ മുഴുവൻ സേവിങ്സും നഷ്ടപ്പെട്ട് ഇനി ഒരു സേവിങ്സിന് സമയമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരാളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതേപോലെ കാസർഗോഡുള്ള ഒരു പ്രവാസി, അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് വീടും പറമ്പും വിറ്റിട്ട് എല്ലാ പണവും കൊണ്ടുപോയി ഗൾഫിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതൊരു വലിയൊരു ഫ്രോഡ് ആക്ടിവിറ്റി ആയിരുന്നു. MTF പോലെയുള്ള മറ്റൊരു ഫ്രോഡ് ആക്ടിവിറ്റിയിൽ പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പണം നഷ്ടപ്പെട്ട. പക്ഷേ അദ്ദേഹത്തിന് ഗൾഫിൽ ജോലിയുണ്ട്. ഇതുവരെ സമ്പാദിച്ചത് മുഴുവൻ പോയെങ്കിലും അദ്ദേഹത്തിന് ഇനിയും അത് ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണെന്ന് എന്നോട് സംസാരിച്ചു. പക്ഷേ അവരൊക്കെ പറഞ്ഞത്, ഇനി വരുന്ന ആൾക്കാരോട് നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കണം, ഇതിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തുടക്കക്കാർ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാൻ വേണ്ടി
ആവേശം മൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള പ്ലേസ് അല്ല. ഇതിൽ ലാഭം മാത്രം കാണുന്ന ചില യൂട്യൂബ് ചാനൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ല, ഒരു പ്രാവശ്യം ലാഭം കിട്ടുമ്പോൾ 99% പ്രാവശ്യവും നഷ്ടം സംഭവിക്കും. കൃത്യമായ ആർത്തിയില്ലാതെ മാനസികമായ നിയന്ത്രണത്തിൽ കൃത്യമായ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ കാശും നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുപോയി കളയേണ്ടി വരും. ഇതിനകത്ത് ഓപ്ഷൻ ട്രേഡിംഗ് തുടങ്ങുന്നവർക്കുള്ള മറ്റൊരു അപകടം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് ആദ്യം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാശിയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഇനി അത് പോയത് തിരിച്ചു പിടിക്കണം എന്നുള്ളത്. തിരിച്ചു പിടിക്കാൻ നിങ്ങൾ സംഘടിപ്പിച്ചെത്തുന്ന ഫണ്ടുമായിട്ട് നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അഡിക്ഷൻ, അതിനോട് ഒരു അടിമപ്പെട്ടു പോകുന്ന, അല്ല എന്താ പറയുക, മദ്യപിക്കുന്ന ആളിന് അതിനോടുണ്ടാകുന്ന ഒരു ആസക്തി പോലെ ട്രേഡിങ്ങിനോട് ഒരു ആസക്തി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. രണ്ടാമത് കൊണ്ടുവന്ന കാശ് നഷ്ടപ്പെട്ട് മൂന്നാമത് നഷ്ടപ്പെട്ട കടം വാങ്ങിച്ച് നിങ്ങൾ ഇതിനകത്തേക്ക് പണം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചറിവ് വരുമ്പോൾ മുന്നിൽ ജീവിക്കാൻ സമയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ശാരീരികമായ ആരോഗ്യവും ഉണ്ടാവില്ല. കാരണം പ്രഷറും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സകലതും നഷ്ടപ്പെടും. നിങ്ങളുടെ സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതാണ് ഓപ്ഷൻ ട്രേഡിങ്. കെയർഫുള്ളായിട്ട് ഇതിലേക്ക് വരിക. വരാതിരിക്കാൻ പറ്റുമെങ്കിൽ 100 പ്രാവശ്യം ആലോചിക്കുക, ഞാൻ ഇതിലേക്ക് പോകണമെന്ന്. വരാതിരിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേണ്ട എന്ന് തോന്നുന്ന ആട്ടോ വെച്ച് തിരിച്ചു പോവുക. തീരെയും എത്ര ചിന്തിച്ചിട്ട് എനിക്ക് ഇത് വിജയിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ ട്രേഡിങ്ങിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനകത്ത് പ്രോഫിറ്റിൻ്റെതല്ല പ്രശ്നം, മാനസികാവസ്ഥയുടെയാണ്. എത്ര കിട്ടിയാലും തികയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്ന ആൾക്കാർക്കാണ് ഈ എല്ലാം തന്നെ സംഭവിക്കുന്നത്. ഒന്നുകിൽ ഒന്നും അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കിട്ടിയാൽ തികയാത്ത ആൾക്കാർ. ഈ രണ്ട് കൂട്ടർക്കുമാണ് ഏറ്റവും വലിയ അട്ടി കിട്ടിപ്പോകുന്നത്. ജീവിതം തന്നെ എടുത്തെറിഞ്ഞു പോകുന്നത് അവരുടേതാണ്. എറണാകുളത്തുള്ള ഒരു ചെറിയ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളുടെ 15 ലക്ഷം രൂപയോളമാണ് ഇങ്ങനെ പോയി. അത് MTF സ്കാമിൽ തന്നെയാണ് കൂടുതലും പോയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വലിയ വിവാദമായ മറ്റൊരു പണമിടപാട് പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ കാശ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അത് ഒന്നും പറയാൻ സാധിക്കില്ല. കടയിൽ സ്ഥിരമായി വരുന്ന ആൾക്കാർ പരിചയപ്പെടുന്ന ഇതിൽ ഇത്ര ലാഭമുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം ചെറിയ എമൗണ്ട് വിശ്വാസം വരാൻ വേണ്ടി ചെറിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് ആ എമൗണ്ട് തന്നെ ഇവർക്ക് വീതിച്ചിട്ട് ഓരോ മാസത്തെയും ലാഭം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയും, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം, അല്ലെങ്കിൽ ഞാനിതിപ്പോൾ ഈ പണം തിരിച്ചു പിടിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഫോഴ്സ് ചെയ്തപ്പോൾ വലിയൊരു എമൗണ്ട് കയ്യിലില്ലാതിരുന്നിട്ട് കൂടി പല സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ച് കൊടുത്ത വലിയൊരു എമൗണ്ട് അതുകൊണ്ട് ഈ വ്യക്തി അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ രേഖകളുണ്ടെങ്കിൽ നിയമപ്രകാരം പോവുകയാണെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളുടെ പണം പറ്റിച്ചതിന് തീർച്ചയായിട്ടും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിയമം അതിൻ്റെ വഴിക്ക് പോയിട്ട് ആ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് കൊടുക്കാതിരിക്കുക എന്നുള്ളത്, മറ്റൊരാൾക്ക് പണം ഏൽപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അറിയാത്ത കാര്യത്തിലേക്ക് പണം നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു മുൻകരുതലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കഴിക്കേണ്ട ആസ്വദിക്കേണ്ട ആ പണം നിങ്ങൾ എന്തിനാണ് വെറുതെ കൊണ്ടുപോയി കളയുന്നത്? അതേപോലെ കൊല്ലത്ത് ഉള്ള ഒരു വീട്ടമ്മ, അവരുടേത് 33 ലക്ഷം രൂപയുടെ ഒരു കടത്തിൻ്റെ ഒരു അവസ്ഥയാണ് എന്നോട് പറഞ്ഞത്. അവരൊരു ചെറിയൊരു ടെക്സ്റ്റൈൽ സ്ഥാപനം നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവ് ചിലവിന് അയച്ചു കൊടുക്കുന്ന കാശിൽ നിന്ന് സേവ് ചെയ്ത് അവരൊരു ഷോപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഏതോ ഒരു ശകുനം പിടിച്ച നേരത്ത് എനിക്ക് തോന്നിയ ഒരു അബദ്ധമാണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് എന്നാണ് ആ വീട്ടമ്മ പറഞ്ഞത്. കാരണം ഷോപ്പിലൂടെ പരിചയപ്പെട്ട വലിയ കോടീശ്വരന്മാരെ പരിചയപ്പെട്ട അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇതിൽ കൊണ്ടുപോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഫോണിലൂടെ കേട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരോടെല്ലാം അവർ പറയുന്നത് കേൾക്കുക. എനിക്ക് ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ എൻ്റെ ഫോൺ നമ്പറിൽ ഒരാൾ വിളിച്ചിട്ട്, ചേട്ടാ ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, സൈക്കോളജി അറിയില്ല, എനിക്ക് കൗൺസിലിംഗ് അറിയില്ല, എനിക്ക് ഒന്നും തന്നെ അറിയില്ല. എനിക്കാകെ അറിയുന്നത് ട്രേഡിംഗ് അറിയാം എന്നുള്ളതാണ്. അതിൽ തന്നെ പൂർണ്ണമായിട്ടും വിജയിച്ച് വലിയൊരു കോടീശ്വരനാകാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. എനിക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ചെറിയൊരു ലാഭത്തിൽ സ്ഥിരമായിട്ടും കഴിഞ്ഞു പോകാനുള്ള ഒരു കഴിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് ഇത്തരം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഫോൺ നമ്പറിൽ എനിക്ക് വരുന്ന ഒരു കോള് വളരെ വിഷമത്തോടു കൂടി ഒരാൾ വിളിച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പം നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതെല്ലാം തന്നെ ഞാൻ കേട്ടു പോകുന്നതാണ്. അതേപോലെ ആലപ്പുഴയിൽ ഒരു കോൺട്രാക്ടർ, അദ്ദേഹത്തിനും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. അത് വിദേശത്തുള്ള ഓപ്ഷൻ്റെ പേരിൽ, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്
ഇടപെട്ടിട്ട് അത്തരം ആപ്പുകൾ എല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ആപ്പ് സ്റ്റോറിൽ നിന്നും എന്താ പറയുക, ഇതിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ അത്തരം ആപ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് 2020 ആ സമയത്തൊക്കെ ഇത്തരം ആപ്പുകൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ പല ഓപ്ഷൻസ് എന്ന പേരിൽ അവസാനത്തെ വാക്ക് ഓപ്ഷൻസ് എന്നായിരിക്കും, അത്തരം പേരിൽ പല ഗാംബ്ലിങ്സ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിലൂടെ ഏകദേശം 76 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു കോൺട്രാക്ടർ ആലപ്പുഴയിൽ. അങ്ങനെ എന്തിനേറെ പറയുന്നത്, ഒരുപാട് പേരാണ് ഇതിൻ്റെ രക്തസാക്ഷികൾ, ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ളത്. നിങ്ങൾക്ക് പുറത്തിറങ്ങി ഒന്ന് സംസാരിക്കാൻ 10 പേരോട് സംസാരിച്ചാൽ അതിൽ ഒരാളുടെ കാശ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ ആളാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ കഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അത് കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കൽ പോയാൽ നിങ്ങൾക്ക് വീണ്ടും അത്രയും തുക ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സമയമുണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ സംസാരത്തിൽ ഞാൻ ഇമോഷണലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. കാരണം ഞാൻ കേട്ട കഥകൾ, 100-ലധികം പേരുടെ ജീവിതം നശിച്ചു പോയ കഥകൾ ഞാൻ ഇത് വഴി കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു പ്രായമായ അച്ഛനാണെങ്കിൽ, നിങ്ങൾക്കൊരു 20-25 വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ അവർ കഞ്ചാവോ അല്ലെങ്കിൽ മറ്റ് ലഹരിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ അവർ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. അവർക്ക് പോകാം, അതിൽ പണം സമ്പാദിക്കാം, അതിന് നിങ്ങൾ ഒരിക്കലും എതിര് പറയരുത്. പക്ഷേ അവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആവശ്യമായ പഠനം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ബേസിക് എഡ്യൂക്കേഷൻ, അതിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. ഒരാളെയും ഒന്നിൽ നിന്നും തടയാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരിത് പഠിച്ചിട്ടാണോ ഇതിലേക്ക് പോകുന്നത് പോലെ അവരുടേതല്ലാത്ത പണം കൊണ്ട് അവർ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം എൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ മകൻ ഇതേപോലെ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഇതിലേക്ക് പോരുന്നത്. ഉക്രൈൻ വാറിന് മുൻപാണ്. അതിൽ എക്സ്നെസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി അവർക്ക് ഏകദേശം 20,000 രൂപയോളം അന്ന് നഷ്ടപ്പെട്ടതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്രിപ്റ്റോ ചെയ്യുന്നവർക്ക് ലീഗലി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ, ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തട്ടിപ്പുകളെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക, എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പണം പോകുന്നത് എന്ന്. നമുക്ക് കൃത്യമായിട്ടും അതൊരു പ്രോപ്പർ ചാനലിലൂടെ അല്ല പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിപ്റ്റോയിൽ ഇവിടെ വെച്ച് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലീഗലി ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയാണ് ഓപ്ഷൻ ട്രേഡിംഗ്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഇതിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട്, ഒരല്പം കൂടി സുരക്ഷിതമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റോക്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് ഓഹരികൾ വാങ്ങിച്ചിടുക, അതിൽ ലാഭം വരുമ്പോൾ അത് തിരിച്ചു വിറ്റ് ആ ലാഭം എടുക്കുക, ആ ഒരു പരിപാടി വളരെ നല്ലതാണ്. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത്, അതിനകത്ത് 99% നഷ്ടസാധ്യതയാണ്. 1% നിങ്ങൾക്ക് വന്ന് പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടികൾ സമ്പാദിക്കാനും സാധിക്കും. ഇതിനകത്ത് കാശ് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സെബിയുടെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ NSE പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 100 ട്രേഡേഴ്സിൽ 90 പേരും നഷ്ടം തന്നെയാണ്. ഓപ്ഷൻ ട്രേഡ്, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ 100 പേരിൽ 90 പേരും നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വീഡിയോസ് റിലീസ് ചെയ്യുമ്പോൾ ഡെയിലി ഞാൻ ചെയ്യുന്ന ട്രേഡുകളുടെ ഒരു കണക്ക് ഇവിടെ ഇടാറുണ്ട്. ഒരു മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രോഫിറ്റിലാണ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. അതിന് ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു ട്രേഡ് മിസ്സായാൽ ആ മാസം നഷ്ടത്തിലേക്ക് തന്നെ പോകും. പക്ഷേ ഇവിടെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ലാഭമായാലും നഷ്ടമായാലും ഇത് തമ്മിലുള്ള ഒരു അനുപാതം വളരെ കൃത്യമായിരിക്കണം. നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം എപ്പോഴും. നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നഷ്ടം വരികയാണെങ്കിൽ 6 രൂപ മാത്രമേ നഷ്ടം വരാൻ പാടുള്ളൂ. ആ രീതിയിൽ ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, അടുത്ത ഒരു രക്തസാക്ഷി, അടുത്തത് എന്നോട് സംസാരിക്കുന്ന, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ചേട്ടാ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് എന്നോട് സംസാരിക്കുന്ന അടുത്ത ആൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ച പണം കൊണ്ടുപോയി നശിപ്പിക്കാതിരിക്കുക. 1-2 പ്രാവശ്യം ക്യാപിറ്റൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ട്രേഡിംഗ് എന്നുള്ള പരിപാടി നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് തിരിച്ചറിയുക. അതിലൂടെ ആ പരിപാടി അവസാനിപ്പിച്ചേക്കുക. അല്ല, നിങ്ങൾക്ക് പരിപാടി മുഴുവനായിട്ട് നന്നായി പഠിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം, പക്ഷേ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ശ്രമിച്ച് നോക്കുക. 3 പ്രാവശ്യം ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുമ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഈ പണി നിങ്ങൾക്ക് പറഞ്ഞതല്ല എന്നുള്ളത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കാശും കൊണ്ടുപോയിട്ടല്ല ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഉള്ള കാശിൻ്റെ 10% മാത്രമാണ് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കടം വാങ്ങിയും ലോൺ എടുത്തും അതല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത ഒരു പണം കൊണ്ടും നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരരുത്. അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടേതല്ലാത്ത കാശ് ഒരിക്കലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും നിക്ഷേപിക്കുക. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വെച്ച പല മക്കളുടെ കല്യാണം, എഡ്യൂക്കേഷൻ, അതുപോലെ വാഹനം വാങ്ങിക്കാൻ, വീട് പണിയാൻ, അല്ലെങ്കിൽ വേറെ സർജറി ചെയ്യാനൊക്കെ നീക്കി വെച്ച പണം ഉണ്ടാവും. പക്ഷേ അതിൽ കുറച്ച് പണം കുറവാണെന്ന് കരുതി ആ പണം കൊണ്ട് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇട്ടിട്ട് ഡബിളാക്കാൻ ശ്രമിക്കരുത്. പണം ഇരട്ടിപ്പിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതെല്ലാം തട്ടിപ്പായിരിക്കും. അതിനകത്ത് പണം ഇരട്ടിപ്പിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോടീശ്വരനാകാനുള്ള ഒരു ഷോർട്ട് കട്ട് അല്ല ഓപ്ഷൻ ട്രേഡിങ്. പക്ഷേ ലക്ഷപ്രഭു ആകാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഓപ്ഷൻ ട്രേഡിങ്. കാരണം നിങ്ങളൊരു കോടീശ്വരനാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലക്ഷപ്രഭുവായി മാറാനുള്ള ഒരവസരം ഇതിലൂടെ കിട്ടും. അല്ലാതെ ലക്ഷപ്രഭുവായ ഒരാൾ കോടീശ്വരനാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു മാസം ഒരു കൃത്യമായ നിങ്ങൾക്ക് ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ഒരു 1-2 ലക്ഷം രൂപ വെച്ചിട്ട് മാസം 10,000 രൂപ മാത്രം പ്രോഫിറ്റ് അല്ലെങ്കിൽ 10,000 രൂപ മാത്രം നഷ്ടം എന്ന രീതിയിൽ പോകുന്നവർക്കൊക്കെ ജീവിച്ചു പോകാൻ വളരെ രസമുള്ള ഒരു ലോകമാണ് ഓപ്ഷൻ ട്രേഡിങ്. അതല്ലാതെ 10,000 രൂപ കൊണ്ടുവന്നിട്ട് 1 ലക്ഷം രൂപ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നവർക്ക് 10,000 രൂപ കൊണ്ടുപോയി കളഞ്ഞിട്ട് നിരാശനായി ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഓപ്ഷൻ ട്രേഡിങ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ സാധിക്കില്ല. നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ടയേർഡാവും, അധികകാലം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രഷർ, ഷുഗർ, പല പ്രശ്നങ്ങളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് കോടീശ്വരന്മാർ മാത്രമല്ല, ദിവസക്കൂലി നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കൂലി വേല ചെയ്താലും സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് അത് പോരാ എന്നുള്ള ഒരു തോന്നലാണ്. ആ ഒരു തോന്നലാണ് നിങ്ങളെ വലിയ കുഴിയിലേക്ക് ചാടിക്കുന്നത്. പണത്തോടുള്ള അമിതമായ ആർത്തി നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കി കളയും. അത് നിങ്ങൾക്ക് കൂടുതൽ കൊണ്ട് തരികയല്ല ചെയ്യുക. പണം സമ്പാദിക്കാനുള്ള ഒരു ത്വര നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം. പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതൊരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. പക്ഷേ പണം തന്നെയാണ്, ജീവിക്കാതെ പണം തന്നെ കിട്ടണം എന്ന് ഓട്ടിച്ചാടി നടക്കുന്നവർക്ക് ജീവിതം ഉണ്ടാവില്ല, പണവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. വേറൊരാൾക്കും നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. വലിയ പ്രായമായ അച്ഛനമ്മമാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ ഈ ഒരു അബദ്ധത്തിലേക്ക് ചെന്നപ്പെടുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ, കാശ് പോയതിന് ശേഷം അവരെ ഒരുപാട് പ്രഷർ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവർക്ക് പല നെഗറ്റീവ് തോട്ട്സും അവരുടെ മനസ്സിലോട്ട് വരും. പണം എത്ര വലിയ സംഖ്യ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അവിടെ വെച്ചിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടിക്കുക അവരെ കൊണ്ട്. എന്നിട്ട് പതുക്കെ അത് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കടങ്ങൾ തീർക്കാൻ, ആ നഷ്ടപ്പെട്ട സ്വന്തം പണമാണെങ്കിൽ പോയത് പോട്ടെ എന്ന് കരുതി ജീവിക്കാം. അല്ല, കടം വാങ്ങിച്ചതൊക്കെ ആണെങ്കിൽ കടം തീർക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. ജീവിതം ഇതല്ല, ഇത് മാത്രമല്ല ജീവിതത്തിൽ ഇതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല എന്ന കാര്യത്തിൽ അവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുക. അതിലൂടെ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതല്ലാതെ ഓരോരുത്തരും ഓൺലൈനിൽ കാശ് കൊണ്ടുപോയി കളഞ്ഞു എന്ന രീതിയിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്ന ട്രേഡേഴ്സിന് പലപ്പോഴും ജീവിതത്തിൽ നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ. വീടും നാടും വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുന്ന ചില നിമിഷങ്ങൾ പോലും ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിന്തിക്കുക, ഇത് നിങ്ങളുടെ ഈ ട്രേഡ് ചെയ്യുന്ന ആൾ മനഃപൂർവ്വമല്ല ഈ കാശ് കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളത്. ഒരു നിമിഷത്തിലെ ഒരു ചരായ ഷാപ്പ് കാണുമ്പോൾ അവിടെ കയറി ഒന്ന് ഇരുന്നതേ ഓർമ്മയുള്ളൂ, കയ്യിലെ കാശ് മുഴുവൻ തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ലാഭം ഉണ്ടാകും എന്ന് കേട്ടപ്പോൾ കയ്യിലുള്ള കാശും കൊണ്ട് അവിടെ പോയത് മാത്രമേ ഇവർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഈ ഇത്രയും ലക്ഷങ്ങളും കോടികളും ഇതിലൂടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ് വെറും ഒരു മായയാണ്. അതിന് ചരിത്രമില്ല. സ്റ്റോക്കിലൊക്കെ ഓരോ സ്റ്റോക്കിൻ്റെയും പ്രൈസ് എവിടത്തേക്ക് പോയി എന്നാൽ എത്ര വർഷത്തേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ ഓപ്ഷൻസിൻ്റെത് ആ എക്സ്പയറി കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ ഉണ്ടാവില്ല, പൊടി പോലും ഉണ്ടാവില്ല കാണാൻ എന്നതാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ചരിത്രം അവിടെ ഉണ്ടാവില്ല. സോ നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ള ജീവിതം
നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതിലേക്ക് വരാതിരിക്കുക. വരുന്നതിൽ വളരെ നല്ല കാര്യമാണ്, ഒരു കുഴപ്പമില്ല ഓപ്ഷൻ ട്രേഡിംഗ്. പക്ഷേ നിങ്ങളൊരു വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുമോ എന്നൊരു സ്വയം ചോദ്യമുണ്ട്. ആ ചോദ്യം ഇവിടെയും ചോദിക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം അറിയാമോ എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിക്കുക. രണ്ടാമത്തേത്, ഈ പുതിയ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ എനിക്കറിയുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വ്യക്തമായി ചോദിച്ച് മനസ്സിൽ 100 പ്രാവശ്യം ചോദിക്കുമ്പോഴും അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇല്ല എന്ന മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി പഠിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇത്തരം കഥകൾ കേട്ട്, ഒരുപാട് കഥകൾ കേട്ടപ്പോൾ എനിക്കിത് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. സോ ചിന്തിക്കുക, ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകും. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അറിയാതെ ട്രേഡ് ചെയ്യുന്നവർ, നല്ലൊരു അറിവുള്ള ആൾക്കാർക്കാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായി ട്രേഡ് ചെയ്ത് കൃത്യമായ റിസ്ക് റിവാർഡിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ 99% ആൾക്കാർക്കും ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.